ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സംശയങ്ങളും ചോദ്യങ്ങളും അവസാനിക്കണമെങ്കിൽ നസീർ തിരിച്ചു വരണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ സംശയത്തിന് നിഴലിൽ ജീവിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ. അവൾ ഏത് ദുനിയാവിലുണ്ടെങ്കിലും പോക്കണം. എടോ, സൈബർ സെല്ലിലേക്ക് അവളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരിപ്പോ വിളിക്കും. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? തന്റെ പോലീസല്ലേ, അവരന്വേഷിച്ച് കണ്ടെത്തി വരുമ്പോഴേക്കേ അവളും അവന് ഈ കേരളം കടന്നിട്ടുണ്ടാവും. ദേ, ചുമ്മാ വായി തോന്നുന്ന പറയല്ലേ. ഇത്രയും കാര്യക്ഷമമായ പോലീസ് സേന കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നിമിഷങ്ങൾക്കകമല്ലേ ഓരോ കേസും കേരള പോലീസ് തെളിയിക്കുന്നത്. കേസ് തെളിയിക്കുന്ന കാര്യമൊന്നും താൻ എന്നോട് പറയണ്ട. എന്റെ മകൻ എവിടെയാണെന്ന് ഇതുവരെ നിങ്ങൾ ഈ പറഞ്ഞ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? എന്നിട്ട് പോലീസുകാരുടെ വലിപ്പവും പറഞ്ഞു വരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞാലേ ചിലപ്പോ നമ്മൾ തമ്മിൽ തെറ്റും. എടോ, താനൊന്ന് അടങ്ങടോ. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഹലോ, ആ പറഞ്ഞോ. ടവർ ലൊക്കേഷൻ അതാണല്ലേ? നമ്മൾ ഉദ്ദേശിച്ച വീട് ആ ടവറിന്റെ കീഴിലല്ലേ? ശരി. എടോ, നമ്മൾ സംശയിച്ചതുപോലെ തന്നെ നൂർജഹാൻ ആ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ട്. എന്നാൽ ഇപ്പൊ തന്നെ അവളെ പൊക്കണം. എന്റെ കുടുംബം തകർത്തിട്ടേ അങ്ങനെ ഒരുത്തി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. പപ്പി, ഇനി ഞാൻ ബാറ്റ് ചെയ്യാം. പപ്പിക്ക് എന്നെ ഔട്ടാക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത ബോളിൽ സത്യം ഞാൻ ഔട്ടാക്കും. നമുക്ക് നോക്കാലോ. ആ, എങ്കി നിക്ക്. എങ്കി ധൈര്യം ഉണ്ടെങ്കിൽ ഔട്ടാക്ക്. വിഷ്ണുച്ച കളിക്കാൻ വരുന്നില്ലേ? ഇല്ല, മക്കൾ കളിച്ചോ. വിഷ്ണുട്ടൻ കളിക്കുന്നില്ലേ? ചേച്ചിമ്മ വാ കളിക്കാം. എന്നാ ഇനി അമ്മ ബാറ്റ്. ശരി എന്നാ. ഓ, ഇനി അമ്മ ബാറ്റ് ചെയ്യാം. ചേച്ചിമ്മ ഔട്ടാക്കും. ആ, എന്നെ ഔട്ടാക്കാൻ ധൈര്യം ഉണ്ടോന്ന് നിന്റെ വിഷ്ണു അച്ഛനോട് ചോദിച്ചു നോക്ക്. 6 അടിക്കും, 6. വിഷ്ണുച്ച വെല്ലുവിളി സ്വീകരിച്ച് ഒരു ഫാസ്റ്റ് ബോളങ്ങ് എറിഞ്ഞേ. ഞാൻ ഇല്ല, മക്കൾ കളിച്ചോ. ഇനി ചേച്ചിയമ്മ ബാറ്റ് ചെയ്തോ. എന്നാ അമ്മേ. അത് നിങ്ങൾ കളിക്ക്. വിഷ്ണുട്ടാ, എന്തൊരു മൂഡ് ഓഫ്? കുഴപ്പമൊന്നുമില്ല, താങ്കളേക്ക് ഞാൻ ബോൾ ചെയ്തുതരാം. അതല്ല, വിഷ്ണുട്ടന്റെ മനസ്സിൽ എന്തോ കിടന്ന് തിളച്ചു മറിയുന്നുണ്ട്. എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹാരം കാണാന്നേ. അല്ല, വേറൊന്നുമല്ല. ഞാനേ ആ കാണാതെ നസീറിന്റെ കാര്യം ആലോചിക്കായിരുന്നു. അവനെവിടെ? ഉത്തരം കിട്ടാത്തൊരു ചോദ്യചിഹ്നമായിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. നൂർജഹാൻ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി നാട് വിട്ടതാകാൻ വഴിയില്ലേ? അവൻ കെട്ടാനിരുന്ന പെണ്ണല്ലേ?
ചെറുപ്പം മുതൽ മനസ്സിൽ കൊണ്ടു കിടന്ന പെണ്ണ്. അപ്പൊ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോ വേദന തോന്നാം. ആ വേദനയില് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതായിരിക്കും. ഒരു സംശയം വേണ്ട. അവനങ്ങനെ ഭയമൊന്നും ഓടിപ്പോയിന്ന് പറഞ്ഞ് എനിക്ക് അവനങ്ങനെ തള്ളിക്കളയാനാവില്ല. ഇടോ, അവളുടെ കൂട്ടുകെട്ടുകളുടെ ആഴം മനസ്സിലാക്കൊണ്ട് തന്നെ പറയാന്ന് വെച്ചോ. അവനങ്ങനെ ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു ടൈപ്പല്ല. ആരെ വേണമെങ്കിലും അവന്റെ മുമ്പിൽ കൊണ്ടു നിർത്താൻ കഴിവുള്ള കൂട്ടുകാരവനുണ്ട്. പിന്നെന്തിനാ അവൻ ഓടിപ്പോണേ? എന്നാ പിന്നെ അവൻ എന്ത് സംഭവിച്ചെന്നാ വിഷ്ണുട്ടൻ പറയുന്നത്? ഒന്നുകിൽ അവൻ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാർക്കൊപ്പം എവിടെയെങ്കിലൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ടാവും. രണ്ടായാലും പ്രശ്നം ശാരദാമ്മയ്ക്ക് തന്നെയാ. അമ്മയ്ക്കെന്ത് പ്രശ്ന? നൂർജഹാനെ കാണാൻ അവൻ അവിടെ വന്നിരുന്നു എന്നല്ലേ അവന്റെ ബാപ്പ അവിടെ മൊഴി കൊടുത്തിരിക്കുന്നത്. അയാള് പറഞ്ഞ അനുസരിച്ച് അതിനുശേഷമാണ് നസീറിനെ കാണാതായിരിക്കുന്നത്. വീട്ടുകാർക്ക് പോലും അവന്റെ സ്വഭാവത്തിൽ വിശ്വാസമില്ല. അങ്ങനെയുള്ള ഒരുത്തിന് ശത്രുക്കൾ ഒരുപാടുണ്ടാവില്ലേ? ചതി ഇപ്പൊ ഏത് രീതിയിലും എവിടെ നിന്നും വരാലോ. ആ ചതിക്ക് ഉത്തരം തേടി പോലീസ് എത്തുന്നത് ശാരദാമ്മയുടെ വീട്ടിലേക്കായിരിക്കും ഞാൻ പറയുന്നത്. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംശയങ്ങളും ചോദ്യങ്ങളും അവസാനിക്കണമെങ്കിൽ നസീർ തിരിച്ചു വരണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ സംശയത്തിന് നിഴലിൽ ജീവിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ. അച്ഛപ്പൻ രണ്ടു പൊതി വെക്കട്ടെ? നുറുക്ക് വെച്ചിട്ടില്ലേ, അത് മതി. വേണമെങ്കിൽ ഞാൻ പറയാം. എന്താ സാർ വണ്ടി നിർത്താൻ പറഞ്ഞത്? തൊണ്ട വരണ്ടിട്ട് വൈകിടോ, ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചേ. ശരി സാർ. ചേട്ടാ, ഒരു രൂപ വെള്ളം. 20 രൂപ. സത്യമല്ലേ? ഓ, സതീശനോ? നീ എന്താ ഇവിടെ? ഞാനിപ്പോഴേ ഡ്രൈവറായിട്ട് പോവാ. പ്രൈവറ്റ് ഓട്ടോവാ. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ആ, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? സുഖമായിട്ട് പോകുന്നു. പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് തന്നെ വലിയ കാര്യം. എന്നാ ശരി, നീ ചെല്ലേ. ഞാൻ ഈ കണക്കൊക്കെ ഒന്ന് നോക്കട്ടെ. ആ ശരി. ശരി. എന്നാ നമുക്ക് പോവാം സാറേ. അല്ല, താൻ ആരോട് എത്ര നേരം സംസാരിച്ചത്? ഓ, അത് സാറിന് മനസ്സിലായില്ലേ? അതാണ് സത്യഭാമ.